ഹായ് എവരിവൺ, PSC റാങ്ക് ഹോൾഡർ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് മിൽക്ക് മൈക്രോബയോളജി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമ്മളത് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വെറ്ററിനറി സയൻസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഡയറി ടെക്നോളജിയിലോട്ടൊക്കെ വരാം. സോ MBRT ഇതൊരു ടെസ്റ്റാണ് നമ്മുടെ മിൽക്കിനകത്ത് ചെയ്യുന്നുള്ള ഒരു ടെസ്റ്റ്. ഈ MBRTൻ്റെ ഫുൾ ഫോം എന്താണ്? മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോമായിട്ട് വരിക. എന്താണ്? മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. ഇതെന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ടർ ദാറ്റ് കളർ ഇമ്പാർട്ടഡ് ടു ദ മിൽക്ക് ബൈ ദ അഡീഷൻ ഓഫ് എ ഡൈ ലൈക്ക് മെത്തിലീൻ ബ്ലൂ വിൽ ഡിസപ്പിയർ മോർ ഓർ ലെസ് ക്വിക്ക്ലി. അപ്പോൾ നമ്മളൊരു ഡൈ ആണ് ഇവിടെ ആഡ് ചെയ്യുന്നുള്ളത്. മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്നത് ഈ ഡൈ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മിൽക്കിനെ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ മെത്തിലീൻ ബ്ലൂ ആഡ് ചെയ്യും. അങ്ങനെ മെത്തിലീൻ ബ്ലൂ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു കളർ ഉണ്ടല്ലോ, മെത്തിലീൻ ബ്ലൂ ഒരു ഡൈ ആണ്. അപ്പോൾ ആ ബ്ലൂ കളർ ഉണ്ടല്ലോ, ആ കളർ എത്ര ടൈം എടുത്തിട്ടാണ് ഡിസപ്പിയർ ആവുന്നുള്ളത് എന്നതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഡിസപ്പിയർ ആവുകയാണെങ്കിലോ എന്താണ്? പെട്ടെന്ന് അതായത് മൈക്രോ ഓർഗാനിസംസ് കൂടുതലാണെങ്കിൽ ഓക്സിജനൊക്കെ അവിടെ പെട്ടെന്ന് കൺസംഷൻ നടക്കും. അപ്പോൾ പെട്ടെന്ന് ഇത് ഡിസപ്പിയർ ആവും. അപ്പോൾ മനസ്സിലാക്കുക, മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്നത് നമ്മൾ ഡൈ ആഡ് ചെയ്യുന്നു. അപ്പോൾ മിൽക്കിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ മൈക്രോബിയൽ ലോഡ് കൂടുതലാണെങ്കിൽ ഫാസ്റ്റർ ആയിരിക്കും അത് ഡിസപ്പിയർ ആവുക. ഇനി മൈക്രോബിയൽ ലോഡ് കുറവാണെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു 2 മിനിറ്റിലൊക്കെ ഡിസപ്പിയർ ആയാൽ മൈക്രോബിയൽ ലോഡ് വളരെ കുറവാണെങ്കിൽ അത് എത്രയായിരിക്കും? സ്ലോവറായിട്ടായിരിക്കും ഡിസപ്പിയർ ചെയ്യുക. അതായത് ഒരു 10 മിനിറ്റ്സ് ഒക്കെ എടുത്തിട്ടായിരിക്കും. ഇത് 2 മിനിറ്റ് തന്നെ വേണമെന്നില്ല, 1 മിനിറ്റിൽ അതല്ലെങ്കിൽ അതിനേക്കാളും ചെറിയ ടൈമിലൊക്കെ ഡിസപ്പിയർ ആവാറുണ്ട്. അപ്പോൾ എന്താണ് മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിൽക്കിനകത്തേക്ക് മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്ന ഡൈ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ കളർ, മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്ന ആ ഡൈൻ്റെ കളർ എത്ര സമയം എടുത്തിട്ടാണ് ഡിസപ്പിയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നുള്ളത്. അങ്ങനെ ആ ഡിസപ്പിയർ ചെയ്യുമ്പോൾ അതിനർത്ഥം എന്താണ്? ലോഡ് കൂടുതലാണെങ്കിൽ, അതായത് ഒരുപാട് മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് അത് ഡിസപ്പിയർ ആവും കളറ്. മൈക്രോ ഓർഗാനിസം കുറവാണെങ്കിൽ ടൈം എടുത്തിട്ടായിരിക്കും അത് ഡിസപ്പിയർ ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ കളർ ഇവിടെ ചേഞ്ച് നടക്കുന്നുള്ളത്? എന്തുകൊണ്ടാണ് ഈ കളർ ചേഞ്ച് ഇവിടെ നടക്കുന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? സോ ദ റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം ദ മിൽക്ക്, അതായത് നമ്മുടെ മിൽക്കിൽ നിന്ന് ഓക്സിജൻ്റെ റിമൂവലാണ് അവിടെ നടക്കുന്നുള്ളത്. ആൻഡ് ദ ഫോർമേഷൻ ഓഫ് ഈ മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്നല്ലേ നമ്മൾ പറയുന്നത്. ആൻഡ് ദ ഫോർമേഷൻ ഓഫ് റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ഡ്യൂറിങ് ബാക്ടീരിയൽ മെറ്റബോളിസം. അതാണ് എന്താണ്? കളർ ഡിസപ്പിയർ ചെയ്യാനുള്ള കാരണം. അപ്പോൾ എന്താണ് നടക്കുന്നത്? ഈ മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്ന ഡൈ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ ബ്ലൂ കളർ വന്നു. അപ്പോൾ നമ്മുടെ മിൽക്കിനകത്തുള്ള മൈക്രോ ഓർഗാനിസം അതിനകത്ത് എന്തുണ്ട്? റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ഉണ്ട് ഈ മെത്തിലീൻ ബ്ലൂവിനകത്ത്. അപ്പോൾ നമ്മുടെ ഓക്സിജനെ എത്രത്തോളം ഫാസ്റ്റായിട്ട് അവർ കൺസ്യൂം ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഫാസ്റ്റിൽ ഈ കളർ ഡിസപ്പിയർ ചെയ്യും. അതിനർത്ഥം എന്താണ്? ഈ നമ്മുടെ ഓക്സിജനെ മാറ്റിയിട്ട് ആരാണ് അവിടെ ഫോം ചെയ്യുന്നുള്ളത്? റെഡ്യൂസിങ് സബ്സ്റ്റൻസസ് ആണ് അവിടെ ഫോം ചെയ്യുന്നുള്ളത്. ഓക്കെ, ഇനി ഒരു ആവറേജ് എന്താണ് OR പൊട്ടൻഷ്യൽ നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് ഓക്സിജൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ പറയുകയാണെങ്കിൽ +3V ആണ്. 0.3V ആണ് കേട്ടോ. 0.3V ആണ്, 3 വോൾട്ട് ആണ് എന്തായിട്ട് വരുന്നുള്ളത്? ഓക്സിജൻ റിഡക്ഷൻ പൊട്ടൻഷ്യലായിട്ട് വരുന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ എന്തായിരിക്കും? നമ്മുടെ മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ അതിനെ നമ്മുടെ ബാക്ടീരിയാസ് പോയി റിഡ്യൂസ് ചെയ്യുമ്പോഴാണ്, ആ റിഡക്ഷന് വേണ്ടിയിട്ടാണ് അവർ ഒരുപാട് ഓക്സിജനെ കൺസ്യൂം ചെയ്യുന്നുള്ളത്. അങ്ങനെ ഓക്സിജൻ കൺസ്യൂം ചെയ്യുമ്പോൾ ആ കളറിൽ അവിടെ മാറ്റം വരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് അവിടെ ഒരുപാട് ഗ്രോ ചെയ്യുമ്പോൾ, അതായത് ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ അവർ പെട്ടെന്ന് ഓക്സിജനെ കൺസ്യൂം ചെയ്യും. അതുകൊണ്ടാണ് മോർ ആൻഡ് മോർ ഓക്സിജൻ അവിടെ യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഓക്സിജൻ്റെ കൺസംഷൻ നടക്കുന്നുള്ളത്. അങ്ങനെ ഓക്സിജൻ്റെ കൺസംഷൻ നടക്കുമ്പോൾ അവിടെ റെഡ്യൂസിങ് സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുമ്പോൾ കളറ് മാറിക്കിട്ടുന്നു. ഈ ബ്ലൂ കളർ നമ്മൾ MBRTയിൽ ആഡ് ചെയ്ത ബ്ലൂ കളർ നമുക്ക് മാറിക്കിട്ടുന്നു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ? ആവറേജ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഓക്സിജൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയായിരുന്നു? +0.3V ആയിരുന്നു. പിന്നെ ആദ്യം നമ്മളെ മിൽക്കിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് 0.06 ആയിരിക്കും. അത് അവിടുന്ന് കുറച്ചാണ് പോവുക, 0.01 വോൾട്ട് വരെ എത്തും. ഈ 0.3 വോൾട്ടിലാണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് ഫോമിലാണെന്ന് പറഞ്ഞത്. ആ ഓക്സിഡൈസ്ഡ് ഫോമിൽ നിന്ന് അത് എങ്ങോട്ടേക്ക് പോകുന്നു? മൈനസ് ആണ് കേട്ടോ, ഇത് മൈനസ് ആണ്. -0.01 വോൾട്ടിലോട്ട് പോകുന്നു. അപ്പോൾ എന്തായി? നമ്മുടെ മെത്തിലീൻ ബ്ലൂ റിഡ്യൂസ്ഡ് സ്റ്റേറ്റിലാവുന്നു.
എന്താവുന്നു, മെത്തിലീൻ ബ്ലൂ റിഡ്യൂസ്ഡ് സ്റ്റേറ്റ് ആവുന്നു. അതായത് നമുക്ക് റിഡക്ഷൻ ഓക്സിഡേഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്സിഡേഷനും റിഡക്ഷനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യലി നമ്മുടെ 0.6 നിന്ന് 0.1 പോകുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മുടെ മെത്തിലീൻ ബ്ലൂ റിഡ്യൂസ്ഡ് ആവുന്നു എന്ന് പറഞ്ഞു. അവിടെ ശരിക്കും എന്താ ചെയ്യുന്നത്, നമ്മുടെ മെത്തിലീൻ ബ്ലൂവിൽ നിന്ന് 1 atom of hydrogen, അല്ലെ ഒരു ഹൈഡ്രജൻ ആറ്റം ഈസ് ടേക്കൺ അപ്പ് ബൈ ദ ഡബിൾ ബോണ്ടഡ് നൈട്രജൻ ഓഫ് ദ ഡൈ. ആ ഡൈയിൽ തന്നെ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള നൈട്രജൻ അതിനെ ടേക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഹൈഡ്രജൻ നമ്മൾ കൊടുക്കുകയല്ലേ ചെയ്യുന്നുള്ളത്, അപ്പോൾ അവിടെ റിഡക്ഷൻ അല്ലേ നടക്കുന്നുള്ളത്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ ഇതിനകത്ത് റിഡക്ഷനാണ് നടക്കുന്നതെന്ന് നമ്മൾ പറയുന്നത്. മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മെത്തിലീൻ ബ്ലൂവിലുള്ള ഹൈഡ്രജനെ നമ്മുടെ ആരെടുക്കുന്നു, ആ കോമ്പൗണ്ടിൽ തന്നെ നൈട്രജൻ ഡബിൾ ബോണ്ട് അവരത് എടുക്കുമ്പോൾ ഇതെന്തായി മാറുന്നു, നമ്മുടെ മെത്തിലീൻ ബ്ലൂ എന്തായിട്ട് മാറുന്നു, ല്യൂക്കോമെത്തിലീൻ ബ്ലൂ ആയിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു, ല്യൂക്കോമെത്തിലീൻ ബ്ലൂ ആയിട്ട് മാറുന്നു. ഈ മെത്തിലീൻ ബ്ലൂ കളർ ആയിരുന്നെങ്കിൽ ല്യൂക്കോമെത്തിലീൻ ബ്ലൂ എന്താണ്, കളർലെസ് ആണ്. കളർലെസ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് പെയിൽ യെല്ലോ ആണെന്നൊക്കെ പറയാം. അതായത് മിൽക്കിന് കളർ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ റിഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഏത് മാറ്റം വരുന്നുള്ളത്, മിൽക്കിൽ കളറിൽ മാറ്റം വരുന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ പ്രിൻസിപ്പിൾ എന്നും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എങ്ങനെയാണ് ചെയ്യുന്നത്, പ്രൊസീജിയർ എന്തായിരുന്നു, 10 ml മിൽക്ക് എടുക്കുക. 10 ml മിൽക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ 1 ml ആണ് മെത്തിലീൻ ബ്ലൂ ആഡ് ചെയ്യുന്നുള്ളത്. 1 ml മെത്തിലീൻ ബ്ലൂ ആഡ് ചെയ്യുന്നു, മിക്സ് ചെയ്യുന്നു, എന്നിട്ട് ഇൻക്യുബേറ്റ് ചെയ്യുന്നു. ഇൻക്യുബേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ആ മിക്സ് ചെയ്ത് തൊട്ട് ടൈം നോട്ട് ചെയ്യാണ്. എത്ര ടൈം എടുത്തിട്ടാണ്, ടൈം നമ്മൾ റെക്കോർഡ് ചെയ്യാണ്. എത്ര ടൈം എടുത്തിട്ടാണ് ആ മെത്തിലീൻ ബ്ലൂ ല്യൂക്കോമെത്തിലീൻ ബ്ലൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമ്മളവിടെ നോക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ ടൈം നമ്മൾ നോക്കുകയാണ്. അങ്ങനെ ടൈം നമ്മൾ നോക്കുമ്പോൾ 5 hour ഒക്കെ എടുക്കുകയാണെങ്കിൽ, 5 hour ആൻഡ് എബവ് ഒക്കെ ടൈം വരികയാണെങ്കിൽ, 5 hour ആൻഡ് എബവ് ഒക്കെ ടൈം വരികയാണെങ്കിൽ അതിനർത്ഥം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, 5 hour ആൻഡ് എബവ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ആ ടൈം എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുത്തിട്ടാണ് അവിടെ റിഡക്ഷൻ നടക്കുന്നത്. അതിനർത്ഥം എന്താണ്, വളരെ കുറച്ച് മൈക്രോ ഓർഗാനിസം അതിനകത്തുള്ളൂ. അപ്പോൾ ഇത് വെരി ഗുഡ് മിൽക്കാണ്. ഇനി 5 അല്ല, ഒരു 3 to 4 ഒക്കെ ആകുമ്പോഴോ വെരി ഗുഡ് അല്ല എങ്കിലും ഗുഡാണ്. എന്താണ്, വെരി ഗുഡ് അല്ല, ഗുഡാണ്. 1 and 2 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, ഫെയർ എന്ന് പറയും. ഇനി ഹാഫ് ആൻ അവറിലൊക്കെ ഈ കളർ റിഡക്ഷൻ നടക്കുകയാണെങ്കിൽ എന്താ അർത്ഥം, അത്രത്തോളം മൈക്രോ ഓർഗാനിസത്തിന് അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മളതിനെ പൂവർ എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഇതിൻ്റെ പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ആവറേജ് പൊട്ടൻഷ്യൽ ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് 0.3 volt ആയിരുന്നു. ആ സമയത്ത് എന്താ സംഭവിക്കുക, നമ്മുടെ മിൽക്ക്, നമ്മുടെ മെത്തിലീൻ ബ്ലൂ എന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. പിന്നെ ആ റിഡക്ഷൻ പൊട്ടൻഷ്യലി -ലോട്ട് എത്തുമ്പോൾ നമ്മുടെ മെത്തിലീൻ ബ്ലൂ റിഡ്യൂസ്ഡ് സ്റ്റേറ്റിലാവുന്നു. ഇതെന്തുകൊണ്ടാണ് നടക്കുന്നുള്ളത്, നമ്മുടെ മെത്തിലീൻ ബ്ലൂവിൽ ഒരു ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ NN ഡബിൾ ബോണ്ടിലോട്ട് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ മെത്തിലീൻ ബ്ലൂ ല്യൂക്കോമെത്തിലീൻ ബ്ലൂ ആയിട്ട് മാറുന്നു. അതായത് ബ്ലൂ കളർ ഉള്ളത് കളർലെസ് ആയിട്ട് അല്ലെങ്കിൽ വൈറ്റ് കളറായിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ മിൽക്കിൽ കളറൊന്നും ഇമ്പാർട്ട് ചെയ്യുന്നില്ല. പ്രൊസീജിയർ എന്തായിരുന്നു, 10 ml മിൽക്ക് എടുത്തിട്ട് അതിനകത്തേക്ക് 1 ml മെത്തിലീൻ ബ്ലൂ നമ്മൾ ആഡ് ചെയ്യുന്നു, നല്ല വൃത്തിയിലൊന്ന് മിക്സ് ചെയ്യുന്നു, എന്നിട്ട് ടൈം നോട്ട് ചെയ്യുന്നു. ഈ ടൈം നോട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അവറിലായിരിക്കാം, ചിലപ്പോൾ അത് മിനിറ്റിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് എന്താണ് പറഞ്ഞത് ഞാൻ, ഹാഫ് ആൻ അവറിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ 5 hours ഉണ്ടാവാം അല്ലേ. അപ്പോൾ 5 hours ഒക്കെ എടുത്തിട്ടാണ് അവിടെ റിഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, വെരി ഗുഡ് എന്നാണ് അർത്ഥം അല്ലേ. മിൽക്ക് നല്ല ഗുഡാണ്, അത്രയും മൈക്രോ ഓർഗാനിസംസ് ഉള്ളൂ. ഇനി അതല്ല ഒരു 3 to 4 ഒക്കെ ആണെങ്കിലോ ഗുഡ് ആയിരിക്കും. ഇനി 1 to 2 ആണെങ്കിലോ ഫെയർ ആയിരിക്കും. ഇനി 30 minutesലൊക്കെ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ റിഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അത്രത്തോളം മൈക്രോ ഓർഗാനിസം അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താണ്, മിൽക്ക് വളരെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള പുവർ ക്വാളിറ്റിയുള്ള മിൽക്കാണത് എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് എന്താണ് പറയാനുള്ളത്, ഇപ്പം MBRT നമ്മൾ പഠിച്ചു. ഇനി പഠിക്കാൻ പോകുന്നതാണ് RRT. ഈ MBRT പോലെ തന്നെ മറ്റൊരു ടെസ്റ്റാണ് എന്ത്, RRT. ഇവിടെ നമ്മളൊരു ഫിക്സ്ഡ് ടൈം എടുക്കും. എന്താണ്, ഒരു ഫിക്സ്ഡ് ടൈം എടുക്കും. നമ്മൾ നേരത്തെ എന്താ കണ്ടേ, ഈ ബ്ലൂ കളറ് കംപ്ലീറ്റ്ലി മിൽക്കിൻ്റെ കളറായിട്ട് മാറണം അല്ലേ, വൈറ്റായിട്ട് മാറുന്നത് ആ ടൈമാണ് നമ്മൾ നോട്ട് ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഒരു ഫിക്സ്ഡ് ടൈം കൊടുത്തിട്ടുണ്ട്. ആ ടൈമിനകത്ത് ഏത് കളറിലോട്ടാണ് അവർ വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നുള്ളത്. അതാണ് RRT. എന്താണ് RRT? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസാസുറിൻ ഡൈ റിഡക്ഷൻ ടെസ്റ്റാണ്. ഡൈ റിഡക്ഷൻ ടെസ്റ്റാണ്. MBRT എന്തായിരുന്നു, മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. ഇവിടെ റെസാസുറിൻ ഡൈ റിഡക്ഷൻ ടെസ്റ്റാണ്. ഇവരും എന്താണ്, ഏത് കളറിലാണ് ഉള്ളത്,
ബ്ലൂ കളറിലാണ് ഉള്ളത്. ആ ബ്ലൂ കളറിലുള്ളത് നമ്മളൊരു ഫിക്സ്ഡ് ടൈം വെക്കുന്നു. ആ ടൈമിനകത്ത് ഏത് കളറിലോട്ടാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് 0.3 വോൾട്ട് നമ്മുടെ മിൽക്ക് എന്ന് പറയുമ്പോൾ മിൽക്കിൻ്റെ ആവറേജ് പൊട്ടൻഷ്യൽ ഞാൻ പറഞ്ഞില്ലേ 0.3 വോൾട്ട് ആയിരുന്നു. അപ്പോൾ ഈ 0.3 വോൾട്ടിൽ നമ്മുടെ ഈ റെസാസുറിൻ ഡൈ എത്തുമ്പോൾ അവരൊരു പിങ്ക് കളർ കോമ്പൗണ്ടായിട്ട് മാറും. ഇത് ബ്ലൂ ആയിരുന്നില്ലേ, അതെന്തായിട്ട് മാറുന്നു? പിങ്ക് കളർ കോമ്പൗണ്ടായിട്ട് മാറുന്നു. അത് ഏത് കോമ്പൗണ്ടാണെന്ന് മുന്നേ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി വെച്ചോളൂ. റിസോറുഫിൻ. എന്താണ്? റിസോറുഫിൻ. ഒറ്റ വേർഡാണ് കേട്ടോ. റിസോറുഫിൻ എന്ന് പറയുന്നുള്ള ഒരു കോമ്പൗണ്ടായിട്ട് മാറുന്നു. എപ്പോഴും ഈ 0.3 വോൾട്ട് 0.2 വോൾട്ട് ആയി മാറുമ്പോൾ, അതായത് നമ്മുടെ മിൽക്കിനകത്ത് നമ്മുടെ ഇതിടുമ്പോൾ അതൊരു പിങ്ക് കളറായിട്ട് മാറും. അതായത് 0.3 വോൾട്ട് ഒരു 0.1 വോൾട്ട് ആകുമ്പോഴേക്കും എന്താവുന്നു? കളറ് പിങ്ക് ആയിട്ട് മാറുന്നു. ഇനി ഈ 0.2 വോൾട്ട് പിന്നെയും എന്ത് കളറിലോട്ട് പോവും? പിങ്ക് കളറിലല്ലേ. ഇത് ഒരു 0.1 വോൾട്ടൊക്കെ ആകുമ്പോൾ കളർലെസ് ആയിട്ട് മാറും. എന്താണ്? കളർലെസ് കോമ്പൗണ്ടായിട്ട് മാറും. അപ്പോൾ ഓരോ ടൈമിലും എന്താണ്, ആ ഫിക്സ്ഡ് ടൈമിനകത്ത് ഈ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറയുന്നതിനനുസരിച്ച് കളർ അവിടെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പർട്ടിക്കുലർ ടൈമിനകത്ത് എങ്ങനെയാണ് അവിടെ റിഡക്ഷൻ നടക്കുന്നുള്ളത്, എത്ര ഫാസ്റ്റിലാണ് റിഡക്ഷൻ നടക്കുന്നുള്ളത് എന്നാണ് നമ്മുടെ ഇവിടെ അതിനകത്ത് നോക്കുന്നുള്ളത്. ഓക്കെ, നേരത്തെ ആണെങ്കിൽ എന്തായിരുന്നു? എത്ര സമയം എടുത്തിട്ടാണെന്നാണ് നമ്മൾ നോക്കിയത് അല്ലേ. ഇവിടെ ഒരു ഫിക്സ്ഡ് ടൈം കൊടുത്തിട്ട് ആ സമയത്ത് ഏത് കളറിലാണ് ഇവർ വരുന്നതെന്നാണ് നമ്മളിവിടെ നോക്കുന്നുള്ളത്. കറക്റ്റ് അതിൻ്റെ ഇത് മനസ്സിലായല്ലോ എന്താണെന്ന്? അതായത് ഇപ്പോൾ നമുക്ക് PH പേപ്പറൊക്കെ ഇല്ലേ, PH പേപ്പർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനകത്ത് ആസിഡ് ആണെങ്കിൽ ഏത് കളറാണ്, അതുപോലെ തന്നെ ബേസ് ആണെങ്കിൽ ഏത് കളറായിരുന്നു? ആസിഡ് ആണെങ്കിൽ ഒരു ലൈറ്റ് ഗ്രീൻ യെല്ലോ ആ ഒരു റേഞ്ചിലോട്ടാണ് പോവുക. ഇനി ബേസ് ആണെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂവിലോട്ടൊക്കെയാണ് ലാസ്റ്റ് 14 ഒക്കെ വരുന്നുള്ളത്. അങ്ങനെ നമുക്ക് ഇതിലും ഒരു ചാർട്ട് ഉണ്ട്. എന്തുണ്ട്? ഒരു സ്റ്റാൻഡേർഡ് റെസാസുറിൻ ഡിസ്ക് ഉണ്ട്. സ്റ്റാൻഡേർഡ് റെസാസുറിൻ ഡിസ്ക് ഉണ്ട്. ഏതിന്? നമ്മുടെ RRT ടെസ്റ്റിന്. അത് വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യും ഏത് കളറാണ് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ കളറ് ഞാൻ പറഞ്ഞല്ലോ, ബ്ലൂ ആണെങ്കിൽ മിൽക്ക് എക്സലൻ്റ് ആണ്. ബ്ലൂ കളറിൽ തന്നെ അത് നിൽക്കുകയാണെങ്കിൽ, അതായത് ആ ഡൈൻ്റെ കളർ എന്താണ്? ബ്ലൂ ആണ്. അവിടെ നിന്ന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറയുന്നില്ല. കുറഞ്ഞാൽ മാത്രമല്ലേ നമ്മുടെ ഈ കളർ പിങ്കും കളർലെസ് ഒക്കെ ആയിട്ട് മാറുന്നുള്ളൂ. അതല്ല, ഇനി കളർ ബ്ലൂ തന്നെ നിൽക്കുകയാണെങ്കിൽ അത് എക്സലൻ്റ് ആണ്. പിന്നെ വൈറ്റ് ആവുകയാണെങ്കിൽ, അതായത് കളർലെസ് ആവുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഓക്സിജൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറയുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? കളർലെസ് ആവുന്നു. അപ്പോൾ അതിനെന്താണ്? അതിൻ്റെ അർത്ഥം എന്താണ്? കളർലെസ് ആകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? വെരി ബാഡ് ആണ്. ഓക്കെ, അങ്ങനെ ഏത് കളറിലാണോ ആ ഫിക്സ്ഡ് ടൈമിനകത്ത് കൊടുക്കുന്നുള്ളത് അവിടെയാണ് നമ്മൾ എന്തെന്ന് പറയാം, അതിനെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മിൽക്കിൻ്റെ ക്വാളിറ്റി പറയാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. RRT എന്ന് വെച്ചാൽ എന്തായിരുന്നു? MBRT പോലെ തന്നെ ഒരു റിഡക്ഷൻ ടെസ്റ്റാണ് മിൽക്കിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് MBRT എന്ന് പറയുമ്പോൾ മെത്തിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്, ഇത് റെസാസുറിൻ ഡൈ റിഡക്ഷൻ ടെസ്റ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഒറ്റ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടിലും കളർ ചേഞ്ച് ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഫിക്സ്ഡ് ടൈം നമ്മൾ കൊടുക്കുന്നു. ആ ഫിക്സ്ഡ് ടൈമിനകത്ത് നമ്മുടെ മിൽക്ക് ബ്ലൂ ആണോ, പിങ്ക് ആണോ, കളർലെസ് ആണോ, അതല്ല അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള വല്ല കളറുമാണോ, ഇതൊക്കെയാണ് നമ്മൾ RRTനകത്ത് നോക്കുന്നുള്ളത്. ഓക്കെ ആണല്ലോ, ഫിക്സ്ഡ് ടൈം കൊടുത്തിട്ട്. പിന്നെ എന്താണ് നമ്മുടെ മെത്തിലിൻ ബ്ലൂ എപ്പോഴാണോ വൈറ്റ് ആയത് അതാണ് നോക്കിയത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഏത് കളറിലാണ് ഒരു ഫിക്സ്ഡ് ടൈമിന് ശേഷം ഉള്ളത് എന്നാണ് നമ്മൾ നോക്കുന്നുള്ളത്. ഓക്കെ, ഈ റെസാസുറിൻ ഡൈൻ്റെ കളറും നമ്മുടെ മെത്തിലിൻ ബ്ലൂ പോലെ തന്നെ എന്താണ്? ബ്ലൂ കളറാണ്. ഈ ബ്ലൂ കളറിലുള്ള ഡൈ നമ്മുടെ മിൽക്കിനകത്ത് ആഡ് ചെയ്യുമ്പോൾ അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ 0.2 ആകുമ്പോൾ, 0.3 വോൾട്ടിൽ നിന്ന് 0.2 വോൾട്ട് ആകുമ്പോൾ അത് പിങ്ക് കളറായിട്ട് മാറുന്നു. അപ്പോൾ ആ പിങ്ക് കളർ കൊടുക്കുന്ന കോമ്പൗണ്ട് ഏതാണ്? റെസാസുറിൻ എന്തായിട്ട് മാറുന്നു? റെസോറുഫിനായിട്ട് മാറുന്നു. എന്താണ്? റെസോറുഫിനായിട്ട് മാറുന്നു. ഇനി 0.2 വോൾട്ട് വീണ്ടും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞിട്ട് 0.1 ആകുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? കളർലെസ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിന് PH പേപ്പർ പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് റെസാസുറിൻ ഡിസ്ക് ഉണ്ട്. ഞാൻ അതിനകത്തുള്ള ഓരോ കളറും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇനി ബ്ലൂ കളർ തന്നെ നിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ബ്ലൂ കളറാണ് ഡൈൻ്റെ കളർ. ആ ഫിക്സ്ഡ് ടൈം കഴിഞ്ഞിട്ടും ബ്ലൂ കളറിൽ തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ മിൽക്ക് നല്ല ഗുഡാണ്, വെരി ഗുഡാണെന്ന് പറയും. ഇനി അതല്ല കളർലെസ്സിലോട്ട് മാറുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ മിൽക്ക് വെരി വെരി ബാഡാണ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഞാൻ പറയാം, ഡിസ്ക് നമ്പർ 6 ആണ് ഏത്? ബ്ലൂ എന്ന് പറഞ്ഞത്. ഡിസ്ക് നമ്പർ 6 അതെന്താണ്? വെരി ഗുഡാണ്. നമ്മൾ PH നമ്പർ പോലെ PH പേപ്പർ പോലെ ഇതിനകത്ത് ഒരു ഡിസ്ക് ഉണ്ട് കേട്ടോ. ഇനി 5 ആണെങ്കിൽ ഏത് കളറാണ്? ലൈലാക്ക് കളറാണ്. ഇത് വെരി ഗുഡ് അല്ല കേട്ടോ, ഇത് എക്സലൻ്റ് ആണ് കേട്ടോ. മറന്നുപോയി, എക്സലൻ്റ് ആണ് കേട്ടോ, മാറിപ്പോയതാണ്. ഇത് എക്സലൻ്റ് ആണ്. ലൈലാക്കാണ് വെരി ഗുഡ്.
ലൈലാക്ക് വെരി ഗുഡ്. ബ്ലൂ ആണെങ്കിൽ എക്സലൻ്റ് ആണ്, അത്രയും നല്ലതാണ്. ഇനി 4 ആണെങ്കിൽ ഇതാ മാവ് എന്ന് പറഞ്ഞൊരു കളറാണ്, അത് ഗുഡാണ്. മാവ് ഗുഡാണ്. പിന്നെ ഒരു 3 വരികയാണെങ്കിൽ പിങ്ക് മാവാണ് കേട്ടോ, പിങ്ക് മാവ്. അതാണെങ്കിൽ ഫെയർ ആണ്. അതാണെങ്കിൽ ഫെയർ ആണ്. ഇനി നോക്കിയേ, മാവ് പിങ്ക് ആണ്. മാവ് പിങ്ക് ആണെങ്കിലോ പൂവറാണ്. സോ പിങ്ക് മാവുണ്ട്, മാവ് പിങ്ക് ഉണ്ട് കേട്ടോ, പൂവറാണ്. പിങ്ക് മാവാണെങ്കിൽ ഫെയർ ആണ്, മാവ് പിങ്ക് ആണെങ്കിൽ പൂവറാണ്. ഇനി പിങ്ക് ആണെങ്കിലോ ബാഡ്. പിങ്ക് ആണെങ്കിൽ ബാഡ്. ഇനി ഒരു കളറും ഇല്ല, കളർലെസ് ആണെങ്കിലോ 0 ആണ് കേട്ടോ, ഡിസ്ക് നമ്പർ 0 ആണ്, കളർലെസ്. ഇവിടെ വെരി ബാഡ്. മനസ്സിലായോ? അപ്പോൾ ബ്ലൂ ആണെങ്കിൽ എക്സലൻ്റ് ആണ്, ഡിസ്ക് നമ്പർ 6 ആണ്. 5 ആണെങ്കിൽ ലൈലാക്ക് വെരി ഗുഡ്. 4 ആണെങ്കിൽ മാവ് ഗുഡ്. ഇത്രയൊക്കെയാണ്. പിന്നെ വരുന്ന നോക്കിയാൽ 3 പിങ്ക് ഫെയർ. പിങ്ക് മാവാണ് കേട്ടോ, പിങ്ക് മാവ്. ഇനി മാവ് പിങ്ക് ആണെങ്കിൽ പൂവർ, പിങ്ക് ആണെങ്കിൽ ബാഡ്, കളർലെസ് ആണെങ്കിൽ വെരി വെരി ബാഡ്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നുള്ളത്. ഇനി നമുക്ക് പറയാം, ഒരു റിസാസുറിൻ ഡിസ്ക് നമ്പർ ഒരു 4 മേലെ പോവാണെങ്കിൽ നമുക്ക് പറയാം ഗുഡാണെന്ന് പറയാം അല്ലേ. 4 മേലെ പോയാൽ നമുക്ക് എന്ത് പറയാം, ഗുഡാണെന്ന് പറയാം. ഇനി ഒരു 3ഉം 2ഉം ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫെയർ ആണെന്ന് പറയാം. ഇനി 1ൽ താഴെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പൂവർ ആണെന്ന് പറയാം. ഡിസ്ക് നമ്പർ വെച്ചിട്ട്, കളർ വെച്ചിട്ടും ഡിസ്ക് നമ്പർ വെച്ചിട്ടും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ MBRT ടെസ്റ്റും RRT ടെസ്റ്റുമാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യമാണ് നമ്മുടെ മിൽക്ക് സ്പോയിലേജ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് മൈക്രോബയോളജി കംപ്ലീറ്റ് ആയി. അപ്പോൾ സ്പോയിലേജ് എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, പ്രോട്ടിയോലിസിസ് ഉണ്ടാവും, അതുപോലെ തന്നെ കളറേഷൻ ഡിസ്കളറേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ ബിറ്റി ക്രീം ഡെവലപ്പ് ചെയ്യും, പിന്നെ ലിപ്പോലൈസിസ് ഉണ്ടാവും, സ്ലൈമിനെസ് ഉണ്ടാവും. അങ്ങനെ പല പല തരത്തിലുള്ള എന്തുണ്ട് നമ്മുടെ മൈക്രോബിയൽ സ്പോയിലേജ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് സോർനെസ് അല്ലെങ്കിൽ ഗ്യാസിനെസ് ആണ്. എന്താണ് സോർനെസ് അല്ലെങ്കിൽ ഗ്യാസിനെസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അതുപോലെ തന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടി തരണം. ഓക്കെ. അപ്പോൾ എന്താ പറഞ്ഞത്, സോർനെസ്സും ഗ്യാസിനെസ്സും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്, ആര് കോസ് ചെയ്യുന്ന പറഞ്ഞത്, കോളിഫോംസ് കോസ് ചെയ്യും എന്നാണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ. കോളിഫോംസ് കോസ് ചെയ്യും എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താണ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും അതുപോലെ തന്നെ ആസിഡും ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് സോർനെസ്സും ഗ്യാസിനെസ്സും ഉണ്ടാകുന്നുള്ളത്. ഗ്യാസിനെസ് എന്തുകൊണ്ടാണ്, ഈ ഗ്യാസസ് കാരണം. സോർനെസ് എന്തുകൊണ്ടാണ്, ഈ പറഞ്ഞിരിക്കുന്ന ആസിഡ്സ് കാരണമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ കോളിഫോംസ്, അതുപോലെ തന്നെ കോളിഫോംസ് ഇതിനൊരു കാരണമാണ്. അതുപോലെ തന്നെ ലാക്ടോസ് ഫെർമെൻറ്റ് ചെയ്യുന്നുള്ള ഈസ്റ്റ്, ലാക്ടോസ് ഫെർമെൻറ്റിങ് ഈസ്റ്റ്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, കാൻഡിഡ, പിന്നെ ലാക്ടോബാസിലൈ, ഹെട്രോ ഫെർമെൻറ്റേറ്റീവ് ലാക്ടോബാസിലൈ, ഇവരൊക്കെയാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. എന്താണ്, ഹെറ്ററോ ഫെർമെൻറ്റേറ്റീവ് ഓർഗാനിസംസ് ആണ്. ഹെട്രോ ഫെർമെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഗ്യാസിനെസ്സിനൊക്കെ ഹെട്രോ ഫെർമെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് ഇതിന് മെയിനായിട്ട് കാരണമാവുന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് വരുന്നതാണ് ഞാൻ പറഞ്ഞ ലാക്ടോബാസിലസ്, ലാക്ടോകോക്കൈ വരും കേട്ടോ, ലാക്ടോകോക്കൈ. പിന്നെ നമ്മുടെ കോളിഫോംസ്, ലാക്ടോസ് ഫെർമെൻറ്റിംഗ് ആയിട്ടുള്ള ഈസ്റ്റ്, കാൻഡിഡ, ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് സോർനെസ് അല്ലെങ്കിൽ ഗ്യാസിനെസ് ആണ്. അത് എന്തുകൊണ്ടാണ്, ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്ടോസിൽ നിന്ന് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, എന്നിട്ട് മിൽക്കിനെ കേർഡ് ചെയ്യുന്നു, അത് കേർഡാക്കി മാറ്റുന്നു. കേർഡിൽസ് ദ മിൽക്ക്. ഓക്കെ. എന്താണ് ലാക്റ്റിക് ആസിഡ് കേട്ടോ, ലാക്ടോസിനെ ലാക്റ്റിക് ആസിഡാക്കി മാറ്റുന്നു. എന്താണ് ലാക്ടോസിനെ ഹെട്രോ ഫെർമെൻറ്റിംഗ് ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു, ലാക്റ്റിക് ആസിഡാക്കി മാറ്റുന്നു. അങ്ങനെ ലാക്റ്റിക് ആസിഡാക്കി മാറ്റുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുകൂടാണ്ട് അസിഡിറ്റിയും കൂടുന്നു. അതാണ് ഈ കേസിൽ നടക്കുന്നുള്ളത്. പിന്നെ എന്താണ്, ചില സമയത്ത് ക്ലോസ്ട്രീഡിയം സ്പീഷീസും ഉണ്ട് കേട്ടോ. ക്ലോസ്ട്രീഡിയം അതായത് ക്യാൻഡ് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാവില്ലേ, ക്യാൻഡ് ഡയറി പ്രൊഡക്ട്സ്, ക്യാൻഡ് പാക്ക് ചെയ്തിരിക്കുന്ന ക്യാൻഡ് ഡയറി പ്രൊഡക്ട്സിനകത്തൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ക്ലോസ്ട്രീഡിയം ഡയറി പ്രൊഡക്ട്സിലൊക്കെ ഏതാണ് നമ്മുടെ കോളിഫോംസും അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയം സ്പീഷീസും കാണപ്പെടാറുണ്ട്. ഇതാണ് ഏതിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്, ഗ്യാസിനെസ്സും അതുപോലെ തന്നെ സോർനെസ്സും. അപ്പോൾ ഗ്യാസിനെസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, എന്താണ് ഗ്യാസ് ആയിരിക്കും. ഏതൊക്കെ ഗ്യാസാണ്, കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും. സോർനെസ് എന്ന് പറയുമ്പോൾ അസിഡിറ്റി കാരണമാണ്. ഏതാണ് മിൽക്കിൽ ആസിഡ് ഉണ്ടാകാനുള്ള സാധ്യത, സിട്രിക് ആസിഡ് ഒന്നും ഒരിക്കലും നമ്മളെ മിൽക്കിനകത്ത് ഉണ്ടാവില്ല. ഏതാ ഉണ്ടാവുക, നമ്മളിപ്പോൾ പറഞ്ഞ ഇതാണ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡിൻ്റെ കേസിൽ അത് എവിടെ നിന്നാണ് ലാക്റ്റിക് ആസിഡ് വരിക, നമ്മുടെ ലാക്ടോസിൽ നിന്ന് അല്ലേ. അത്രയും ഓർത്തിട്ട് അത് എഴുതണം. പിന്നെ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് നമ്മൾ അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് കോളിഫോംസ് ഉണ്ടെന്ന്. അതിൻ്റെ കൂടെ തന്നെ ഹെട്രോ ഫെർമെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ടെന്ന് പഠിക്കുക, ലാക്ടോബാസിലൈ, ലാക്ടോകോക്കൈ.
ആ സമയത്ത് എന്താ സംഭവിക്കുക, സോർനെസ്സും ഇതൊക്കെ വന്നാൽ എന്താണ് നമ്മുടെ മിൽക്ക് കേർഡായിട്ട് മാറുന്നു, കേർഡിൽ ചെയ്യുന്നു. ഓക്കെ, എന്താണ് കേർഡിലിംഗ് ആണ് അവിടെ നടക്കുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രോട്ടിയോലൈസിസിലോട്ട് പോകണം. പ്രോട്ടിയോലൈസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ നമ്മുടെ മിൽക്കിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള കസീനും കസീൻ്റെ ഡെറിവേറ്റീവ്സും ഇവരാണ് മെയിനായിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇവരൊക്കെ ബ്രേക്ക് ചെയ്യാണ്, അല്ലെ ലൈസിസ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ചെയ്യാണ്, ബ്രേക്ക് ഡൗൺ ടു വാട്ടർ സോല്യൂബിൾ കോമ്പൗണ്ട്സ്. എന്തായിട്ടാണ് മാറ്റം എന്നുള്ളത്, വാട്ടർ സോല്യൂബിൾ കോമ്പൗണ്ട്സ്. വാട്ടർ സോല്യൂബിൾ കോമ്പൗണ്ട്സ് ആരുടെ ആക്ഷൻ മൂലമാണ് ഇത് നടക്കുന്നുള്ളത്, പ്രോട്ടീനേസ് എൻസൈംസ് ഓഫ് ബാക്ടീരിയ. അപ്പോൾ പ്രോട്ടിയോലൈസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീനേസ് എൻസൈംസ്, നമ്മുടെ ബാക്ടീരിയക്കകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനേസ് എന്ന് പറയുന്നില്ല എൻസൈം പോയിട്ട് നമ്മുടെ പ്രോട്ടീൻ, മിൽക്കിലെ പ്രോട്ടീൻ ഏതാണ് മേജറായിട്ടുള്ളത്, കസീനും കസീൻ്റെ ഡെറിവേറ്റീവ്സിനെയും വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള കോമ്പൗണ്ടാക്കി മാറ്റുന്നു. ആരാണ്, ബാക്ടീരിയക്കകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീനേസ് എന്ന് പറയുന്ന എൻസൈംസ്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ സൈക്രോട്രോഫ്സ് അല്ലേ, സൈക്രോട്രോഫ്സ് ആണ് ഇതിന് മേജറായിട്ടുള്ള ആൾക്കാർ. സൈക്രോട്രോഫ്സും സൈക്രോഫൈൽസൊക്കെയാണ് ഇതിന് മേജറായിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇവിടെ നമ്മൾ സൈക്രോട്രോഫ്സിന് എക്സാമ്പിൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. അതുപോലെ തന്നെ തെർമോഫൈൽസ് ഇവിടെ വരും കേട്ടോ. സൈക്രോട്രോഫ്സും തെർമോഫൈൽസും തെർമോഡ്യൂറിക്കും. എന്താണ് തെർമോഡ്യൂറിക്, ഇവിടെ തെർമോഡ്യൂറിക് ആരാണ്, മൈക്രോകൊക്കയാണ് കേട്ടോ, മൈക്രോകൊക്കയാണ്. അപ്പോൾ തെർമോഫൈൽസ് വരും, തെർമോഡ്യൂറിക് വരും. തെർമോഫൈൽസിനകത്ത് നമ്മൾ ബാസിലസ് സ്റ്റിയറോ തെർമോഫിലസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ബാസിലസ് സീരിയസ്, അതുപോലെ തന്നെ ബാസിലസ് സബ്റ്റിലിസ്. അതാണ് തെർമോഫൈൽസിൻ്റെ കേസിൽ വരുന്നത്, അത് ബാസിലിസ്. സൈക്രോട്രോപ്സിൻ്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്, സ്യൂഡോമോണാസ് ഉണ്ട്, ആൽക്കലി ജീൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് സൈക്രോട്രോപ്സിൻ്റെ എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ പ്രോട്ടിയോലിസിസ് സിമ്പിളാണ്, പ്രോട്ടീൻ്റെ ലൈസിസ് ആണ്. ആരാണ് ചെയ്യുന്നുള്ളത്, പ്രോട്ടീൻ്റെ ലൈസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മിൽക്കിനകത്തുള്ള ഏത് പ്രോട്ടീനാണ്, കസീനാണ്. ഡൗട്ടൊന്നുമില്ലല്ലോ, കസീനാണ് നമ്മുടെ മിൽക്കിനകത്തുള്ള പ്രോട്ടീൻ. അതിൻ്റെ ലൈസിസ് എന്താക്കിയാണ് മാറ്റുന്നുള്ളത്, വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. ആരാണ് ചെയ്യുന്നത്, നമ്മുടെ ബാക്ടീരിയക്കകത്തുള്ള പ്രോട്ടീനേസ്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്, സൈക്രോട്രോപ്സ് ഉണ്ട്, തെർമോഫൈൽസ് ഉണ്ട്, തെർമോഡ്യൂറിക് ഉണ്ട്. അപ്പോൾ അതിനകത്ത് സൈക്രോട്രോപ്സിന് എക്സാമ്പിളാണ് നമ്മുടെ സ്യൂഡോമോണാസും ആൽക്കലി ജീൻസൊക്കെ. തെർമോഫൈൽസ് എന്ന് പറയുമ്പോൾ ബാസിലസ് ആണ്, ബാസിലസ് സ്റ്റിയറോതെർമോഫിലിസ്, ബാസിലസ് സബ്റ്റിലിസ്, ബാസിലസ് സീരിയസ്. തെർമോഡ്യൂറിക്ക് ഇവിടെ എക്സാമ്പിൾ മൈക്രോകൊക്കയാണ്. അപ്പോൾ ഗ്യാസിനസ്, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ രണ്ടും കിട്ടുന്നുണ്ട്. പ്രോട്ടിയോലൈസിസ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ്റെ ലൈസിസ്, അപ്പോൾ ആരായിരിക്കും റെസ്പോൺസിബിൾ, അങ്ങനെയൊക്കെ നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് സ്വീറ്റ് കേർഡ്ലിംഗ്. എന്താണ് നെക്സ്റ്റ് വരുന്നുള്ളത്, സ്വീറ്റ് കേർഡ്ലിംഗ്. നമുക്കറിയാം നമ്മുടെ മിൽക്ക് എന്തായിട്ട് മാറുന്നുണ്ട്, കേർഡായിട്ട് മാറുന്നുണ്ട്. ഇവിടെ ഇത് നമ്മുടെ മിൽക്ക് കേർഡായിട്ട് മാറുന്നുണ്ട്, പക്ഷേ കേർഡായിട്ട് മാറുമ്പോൾ എന്താണ്, എപ്പോഴും ഒരു പുളിയായിരിക്കുമല്ലോ ഉണ്ടാവുക. ഇവിടെ പുളി ഉണ്ടാവുന്നില്ല. കാരണം എന്താണ്, ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. ആസിഡ് ഉണ്ടാകുമ്പോഴല്ലേ അവിടെ ഇത് പുളി ഉണ്ടാവുന്നുള്ളൂ, പക്ഷേ ഇവിടെ ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ എന്താണ്, കേർഡായിട്ട് മാറുന്നു. കേർഡ്ലിംഗ് വിത്തൗട്ട് ആസിഡ് പ്രൊഡക്ഷൻ ഈസ് കോൾഡ് സ്വീറ്റ് കേർഡ്ലിംഗ്. എന്തുകൊണ്ടാണ്, സ്വീറ്റ് കേർഡ്ലിംഗ്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിൽക്കിനകത്ത് നമുക്കൊരു എൻസൈം കേട്ടിട്ടില്ലേ, റെനിൻ എൻസൈം. ആ റെനിൻ എൻസൈമിനെ പോലെ സിമിലർ ആയിട്ടുള്ള ചില എൻസൈംസ് ആരുടെ പ്രസൻ്റ് ഉണ്ട്, ബാക്ടീരിയയിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. അവരെന്ത് ചെയ്യും, നമ്മുടെ കസീനെ പോയി പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. എന്ത് ചെയ്യും, കസീനെ പോയി പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അങ്ങനെ കസീൻ പോയി പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അവിടെ ഈ സംഭവം നടക്കുന്നു, സ്വീറ്റ് കേർഡ്ലിംഗ് നടക്കുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും 6.2 to 6.6 ആയിരിക്കും pH ഉണ്ടാവുക. അത്രയ്ക്ക് അങ്ങോട്ട് അസിഡിറ്റി വരുന്നില്ല. ഓക്കെ, പിന്നെ ഇവിടെ ഉദാഹരണമായിട്ട് വരികയാണെങ്കിൽ എയറോബിക് സ്പോർ ഫോമേഴ്സ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ ബാസിലസ് സബ്റ്റിലിസും അതുപോലെ തന്നെ നമ്മുടെ ബാസിലസ് സ്റ്റിയറോതെർമോഫിലസ് ഒക്കെയാണ് ഇതിന് ഉദാഹരണമായിട്ട് വരുന്നത്. അപ്പോൾ സ്വീറ്റ് കേർഡ്ലിംഗ് എന്ന് വെച്ചാൽ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, സ്വീറ്റ് കേർഡ്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൽക്ക് കേർഡായിട്ട് മാറുന്നു, പക്ഷെ അവിടെ ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. പക്ഷെ പകരം എന്താണ്, സ്വീറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. ആസിഡ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. തൈരിലൊക്കെ സാധാരണ പുളിപ്പല്ല ഉണ്ടാവുക, ഇവിടെ പുളി കുറഞ്ഞ തൈരായിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ടീരിയാസിനകത്ത് എന്തുണ്ട്, റെനിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. അവരെന്ത് ചെയ്യും, റെനിനെ പോലെ ഒരു എൻസൈം ഉണ്ട് സിമിലർ ടു റെനിൻ. അവരെന്ത് ചെയ്യും, നമ്മുടെ കസീനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുമ്പോഴും pH വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് അതിവിടെ ആസിഡ് പ്രൊഡക്ഷൻ ഇല്ല എന്ന് നമ്മൾ പറയുന്നത്. ഓർഗാനിസം ബാസിലസ് സബ്റ്റിലിസും അതുപോലെ തന്നെ ജിയോ ബാസിലസ് സ്റ്റിയറോതെർമോഫിലസും ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ആണ് അപ്പോൾ സ്വീറ്റ് കേർഡ്ലിംഗ്, ഗ്യാസിനസ്, ആ പേരിൽ തന്നെ മനസ്സിലാക്കുക. നെക്സ്റ്റ് ആണ് ബിറ്റി ക്രീം എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ അപ്പിയറൻസ് ഓഫ് ഫ്ലേക്സ് ഇൻ ദ ക്രീം വിച്ച് ഡു നോട്ട് മിക്സ് വിത്ത്
ദ മിൽക്ക് എഗെയിൻ. നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ മിൽക്കൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താണ് പാട പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതുണ്ടാവില്ലേ, ഫ്ലേക്സ് പോലെ ഉണ്ടാവില്ലേ, അവർ നമ്മൾ മിൽക്കിൽ പിന്നെ ഒരിക്കലും മിക്സ് ആവില്ല. അപ്പം മിൽക്ക് ഷേക്ക് ചെയ്താലും അതിനകത്ത് അവർ മിക്സ് ആവില്ല. അങ്ങനെ ആ ക്രീം സെപ്പറേറ്റ് ചെയ്ത് വരികയാണ്. അതിനാണ് നമ്മൾ ബിറ്റി ക്രീം എന്ന് പറയാം. So it is characterized by the appearance of flakes in the cream which do not mix again when milk is shaken. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ മിൽക്ക് പാസ്ചറൈസേഷൻ ചെയ്തിട്ടാണ് വരിക അല്ലേ. പാസ്ചറൈസേഷൻ എന്ന് പറയുന്നുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മിൽക്ക് വരിക. ഇവിടെ ഇവർ ചീഫ്ലി പാസ്ചറൈസ്ഡ് മിൽക്ക് ആണെങ്കിൽ അല്ലെ, അത്രത്തോളം അത് പാസ്ചറൈസ് ചെയ്തിട്ടില്ലെങ്കിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫ്ലേക്സ് അവിടെ ഫോം ചെയ്യുക. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിൽക്കിനകത്തുള്ള ഫോസ്ഫോലിപ്പിഡ്സ് അതിൽ പോയി ആരാക്ട് ചെയ്യും, നമ്മുടെ ഫോസ്ഫോലിപ്പേസ് ആക്ട് ചെയ്യും. എന്താണ് നമ്മുടെ ഫോസ്ഫോലിപ്പേസ് എന്ന് പറയുന്നുള്ള എൻസൈം ആരിലുള്ള ബാക്ടീരിയയിൽ ഫോസ്ഫോലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ ഫോസ്ഫോലിപ്പിഡ്സിൽ പോയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഈ ഫോസ്ഫോലിപ്പിഡ്സിൻ്റെ മെംബ്രെയിൻസ് ഉണ്ടല്ലോ അതൊക്കെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ കസിൻ്റെ കൊയാഗുലേഷനാണ് നടക്കുന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസ് എന്താവും, 1-2 പോയി തമ്മിൽ സ്റ്റിക്ക് ചെയ്യും. ഓക്കെ, എന്താണ് കൊയാഗുലേഷൻ, അതുകൂടി ഓർത്തോക്കണം. കസിൻ്റെ കൊയാഗുലേഷനാണ് നടക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫാറ്റ് ഗ്ലോബ്യൂൾസ് പോയിട്ട് സ്റ്റിക്ക് ചെയ്യും. ഇവിടെയും നമ്മൾ പഠിക്കേണ്ടത് ബാസിലസ് സീരീസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മറ്റേ പറഞ്ഞിരുന്നു അല്ല, ബിറ്റി ക്രീം എന്ന് പറയുമ്പോൾ ബാസിലസ് സീരീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിറ്റി ക്രീം എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ മിൽക്കിനകത്ത് എന്തുണ്ട്, ഫ്ലേക്സ് ആയിട്ട് കാണപ്പെടുന്നത്. അത് നമ്മൾ പിന്നീട് മിൽക്കിൽ ഷേക്ക് ചെയ്താലും അത് മിക്സ് ആവില്ല. അവിടെ എന്താ നടക്കുന്നത്, ചീഫ്ലി പാസ്ചറൈസ്ഡ് മിൽക്കിലാണ് ഇത് പ്രധാനമായിട്ട് കാണപ്പെടുക. ഇവിടെ നമ്മുടെ ഫോസ്ഫോലിപ്പേസ് എന്ന് പറയുന്ന എൻസൈം നമ്മുടെ ഫോസ്ഫോലിപ്പിഡിൽ പോയിട്ട് ആക്ട് ചെയ്യുന്നു, അതിൻ്റെ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ കസിൻ്റെ കൊയാഗുലേഷൻ നടക്കുന്നു. അതുപോലെ തന്നെ ഫാറ്റ് ഗ്ലോബ്യൂൾസ് പോയിട്ട് ഒന്നിച്ച് സ്റ്റിക്ക് ചെയ്യുന്നു. ഓർഗാനിസം ബാസിലസ് സീരിയസ്. അപ്പോൾ ഇതാണ് ബിറ്റി ക്രീമിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനിയുണ്ട് പഠിക്കാൻ. അപ്പോൾ ബിറ്റി ക്രീം കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് ലിപ്പോലൈസിസ്. എന്താണ് ലിപ്പോലൈസിസ് എന്ന് പറയുന്നത്? ലിപ്പോലൈസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ മിൽക്ക് ഫാറ്റിൻ്റെ ലൈസിസ് അല്ലേ. ലിപ്പോലൈസിസ് എന്ന് പറയുമ്പോൾ മിൽക്ക് ഫാറ്റിൻ്റെ ലൈസിസിനെയാണ് നമ്മൾ ലിപ്പോലൈസിസ് എന്ന് പറയുന്നത്. എൻസൈം ഏതാണ്, ലിപ്പേസസ് ആണ്. അങ്ങനെ ലിപ്പേസസ് പോയിട്ട് നമ്മുടെ മിൽക്ക് ഫാറ്റിനകത്ത് ആക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ലിപ്പിഡ്സിൻ്റെ ഡൈജഷൻ കഴിഞ്ഞിട്ട് എന്താ പ്രൊഡക്റ്റ് ഉണ്ടാവുക, ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അപ്പോൾ ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോളും നമ്മുടെ മിൽക്കിനകത്ത് അക്യുമുലേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ലിപ്പോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ലിപ്പോലൈസിസ് എന്ന് പറയുന്നത്? ഇവിടെയും നമുക്ക് എന്താണ് നമ്മൾ പറഞ്ഞ സൈക്രോട്രോഫ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്യൂഡോമോണാസും ആൽക്കലി ജീൻസും ആണ് ഇവിടെയും വരുന്നുള്ളത്. പിന്നെ ഈസ്റ്റ് മോൾഡ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, ഈസ്റ്റ് മോൾഡ്. പിന്നെ നമ്മുടെ ആസ്പെർജില്ലം കേട്ടിട്ടുണ്ടല്ലോ, ഫംഗൈ, ആസ്പെർജില്ലസ്. അതുപോലെ തന്നെ പെനിസിലിയം. ഇതൊക്കെയാണ് ഏതിന് കോസ് ആവുന്നുള്ളത്, ലിപ്പോലൈസിസ് എന്താണ്, മിൽക്ക് ഫാറ്റിൻ്റെ ലൈസിസ് ആണ്. ആരാണ് എൻസൈം, ലിപ്പേസസ് ആണ്. അപ്പോൾ ലിപ്പോലൈസിസ് കഴിയുമ്പോൾ ലിപ്പിഡിനെ എന്തായിട്ട് മാറ്റുന്നു, ഫ്രീ ഫാറ്റി ആസിഡും ഗ്ലിസറോളാക്കി മാറ്റുന്നു. അതാണ് മെയിനായിട്ട് നടക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അക്യുമുലേഷനാണ് നമ്മുടെ മിൽക്കിൽ കാണപ്പെടുക. അതിനെയാണ് നമ്മൾ ലിപ്പോലൈസിസ് എന്ന് പറയുക. ആരാണ്, സൈക്രോട്രോഫ്സും അതായത് നമ്മുടെ സ്യൂഡോമോണാസ്, ആൽക്കലി ജീൻസ് ഒക്കെ വരുന്നു. ഈസ്റ്റ് മോൾഡ് ഉണ്ട്. പിന്നെ നമ്മുടെ ആസ്പെർജില്ലസും പെനിസിലിയും ഉണ്ട്. പെനിസിലിയൊക്കെ ഏതിലാണ് വരുന്നത്, ലിപ്പോലൈസിസിലാണ്. ഇതുവരെ നമ്മളൊരു ഫംഗൈൻ്റെ പേരും പഠിച്ചില്ല അല്ലേ, ഇതിപ്പോൾ പഠിച്ചില്ലേ. നെക്സ്റ്റ് റോപ്പിനസും സ്ലിപ്പിനസും. എന്താണ് റോപ്പിനസും അതുപോലെ തന്നെ സ്ലിപ്പിനസും? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളൊരു ജെൽ ലൈക്ക് കൺസിസ്റ്റൻസി, ഒരു റോപ്പിനെസ്, ഒരു സ്ലിപ്പിനെസ് എന്നൊക്കെ പറയുന്നില്ലേ, അതായത് നമ്മുടെ മിൽക്കിനൊരു ജെൽ കൺസിസ്റ്റൻസി വരിക, അതിനെയാണ് നമ്മൾ എന്താ പറയുക, റോപ്പിനെസ് അല്ലെങ്കിൽ സ്ലിപ്പിനെസ് എന്ന് പറയാം. ഇവിടെ മ്യൂസിൻസ് എന്ന് വെച്ചാൽ എന്താണ്, അവരാണ് ഇതിന് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത്. നൈട്രോജീനിയസ് മ്യൂക്കസ് സബ്സ്റ്റൻസസ്. സോ കോമ്പിനേഷൻ ഓഫ് പ്രോട്ടീൻസ് വിത്ത് കാർബോഹൈഡ്രേറ്റ് റാഡിക്കൽസ്. അങ്ങനെയാണ് ഈ മ്യൂസിൻസ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതിന് ആൽക്കലി ജീൻസും ബാസിലസ് സ്പീഷീസും ആണ് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആൽക്കലി ജീൻസും ബാസിലസും ആണ് റോപ്പിനസ്. പിന്നെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറഞ്ഞ റോപ്പിനസ് അസിഡിറ്റി ഡിക്രീസ് ചെയ്യും കേട്ടോ. അസിഡിറ്റി ഡിക്രീസസ്. ഇൻ കേസ് ഓഫ് റോപ്പിനസ് അസിഡിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ ഫ്ലേവർ ഡിഫക്റ്റ് വരാറുണ്ട്.
നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ ഓക്കെയാണ്. ഇനി ഫ്ലേവർ ഡിഫക്റ്റ് വരാറുണ്ട്. അതായത് ഒരു ഫ്രൂട്ടി ഫ്ലേവർ ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ മാൾട്ടി, ബിറ്റി, ഫിഷി, മസ്റ്റി, ഫിനോളിക് ഫ്ലേവർ, റാൻസിഡ് ഫ്ലേവർ, ബേൺഡ് ഫ്ലേവർ, അങ്ങനെ പലതരത്തിലുള്ള ഫ്ലേവർ ചേഞ്ചസ് ഇതിനകത്ത് വരാറുണ്ട്. മിൽക്ക് സ്പോയിലേജിൻ്റെ കേസിൽ വരാറുണ്ട്. നമ്മൾ കുടിച്ച് നോക്കിയിട്ട് പറയില്ലേ എന്താ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് ഇത് പാല് മോശമായോ എന്നൊക്കെ ഡൗട്ട് പറയാറില്ലേ, അതിതാണ്. പിന്നെ കളർ ഡിഫക്ട്സ് വരാറുണ്ട്. നമ്മൾ പഠിച്ചു കറക്റ്റ് കളർ ഏതാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ചില സമയത്ത് ഈ കളർ ബ്ലൂ കളർ വരും, ചില സമയത്ത് ബ്ലാക്ക് വരും, ചില സമയത്ത് ഗ്രീൻ വരും, ചില സമയത്ത് റെഡ് വരും, പർപ്പിൾ വരും, അങ്ങനെ പലതരത്തിൽ യെല്ലോ കളറാവും. നമ്മൾ യൂഷ്വലി കാണുന്നത് ഒരു പെയിൽ യെല്ലോ ആണ്. അതിൽ നിന്ന് ഡാർക്ക് യെല്ലോ ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് അതിനർത്ഥം? പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസം അവിടെ ആക്ട് ചെയ്യുന്നുണ്ട് എന്നതാണ് അർത്ഥമായിട്ട് വരുന്നുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ കളർ ചേഞ്ചും ഫ്ലേവർ ചേഞ്ചും അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് റെഫർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. ഞാനതൊരു ടേബിളാണ്, 2-3 ടേബിൾ ഉണ്ട്, നമുക്കത് ഓരോ മൈക്രോ ഓർഗാനിസത്തിനും പഠിക്കാനുണ്ട്. ഇന്ന് ഇത്രയും പഠിച്ചുകൊണ്ടാണ് ഞാനത് പറയാത്തത് കേട്ടോ. ഇനി മിൽക്ക് ബോൺ ഡിസീസസ് ഉണ്ട്. അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുള്ള മിൽക്കൊക്കെ കൺസ്യൂം ചെയ്താൽ നമുക്ക് എന്ത് വരും? മിൽക്ക് ഇൻഫെക്ഷൻസ് വരും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫുഡ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പാത്തജന് നമ്മുടെ ബോഡിക്കകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പരിപാടികളാണ് മിൽക്ക് ഇൻഫെക്ഷനകത്ത് വരിക. അതുപോലെ തന്നെ മിൽക്ക് ഇൻടോക്സിക്കേഷൻ വരും. മിൽക്ക് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഏതെങ്കിലും മൈക്രോബിൻ്റെ ടോക്സിൻ നമ്മുടെ മിൽക്കിനകത്ത് ഉണ്ടായിരുന്നു, അത് നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ മിൽക്ക് ഇൻടോക്സിക്കേഷൻ വരും. ഈ 2 ടേമും ഞാൻ കറക്റ്റായിട്ട് ഫുഡ് ബോൺ ഡിസീസിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ മിൽക്ക് ഇൻഫെക്ഷനിൽ പെടുന്ന ആൾക്കാരാണ് ടൈഫോയിഡ്, ഷിജല്ലോസിസ്, അതൊക്കെ. ടൈഫോയിഡും ഷിജല്ലോസിസൊക്കെ. പിന്നെ മിൽക്ക് ഇൻടോക്സിക്കേഷൻ്റെ കേസിൽ സ്റ്റഫൈലോകോക്കസ് ഫുഡ് പോയ്സണിങ്ങും ബോട്ടുലിസൊക്കെ വരും കേട്ടോ, ഡയറിയ ഒക്കെ വരും. പിന്നെ മിൽക്ക് ടോക്സി ഇൻഫെക്ഷൻ കൂടിയുണ്ട്. എന്താണ്? മിൽക്ക് ഇൻഫെക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് മിൽക്ക് ടോക്സി ഇൻഫെക്ഷൻ. എന്താണ് മിൽക്ക് ടോക്സി ഇൻഫെക്ഷൻ? ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കൺസ്യൂം ചെയ്യുന്നു, അതിന് ശേഷം അവർ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് മിൽക്ക് ടോക്സി ഇൻഫെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മിൽക്ക് മൈക്രോബയോളജീൻ്റെ കേസിൽ പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ വരുന്ന ക്ലാസ്സുകളിൽ അത് കംപ്ലീറ്റ് ചെയ്ത് തരൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടെ പറയാണ്, ലൈക്ക് ചെയ്യണേ. സോ താങ്ക് യു.